മലപ്പുറത്ത് 105 ബൂത്തുകളിലും തൃശൂരിൽ 9 ബൂത്തുകളിലും നാളെ റീപോളിംഗ്. തീരുമാനം വോട്ടിംഗ് യന്ത്രങ്ങളിൽ അട്ടിമറി കണ്ടെത്തിയതിനെ തുടർന്ന്. മലപ്പുറത്തേത് സാങ്കേതിക തകരാറല്ലെന്നും അന്വേഷണം നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ്. 77% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി അവസാന കണക്കുകൾ. കൂടുതൽ എറണാകുളത്ത്, കുറവ് തൃശൂരിലും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. മലപ്പുറത്ത് 105 ബൂത്തുകളിലും തൃശൂരിൽ 9 ബൂത്തുകളിലും നാളെ റീപോളിംഗ്. മലപ്പുറത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ അട്ടിമറി കണ്ടെത്തിയതിനെ തുടർന്നാണ് റീപോളിംഗിന് തീരുമാനമായത്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ സാങ്കേതിക തകരാറ് ഉണ്ടായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിഷയത്തിൽ അന്വേഷണം നടത്തും. തൃശൂരിൽ 9 ബൂത്തുകളിലാണ് നാളെ റീപോളിംഗ് നടക്കുന്നത്. ഇവിടെ സാങ്കേതിക തകരാറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കില്ല. പ്രസ് ഈ രീതിയിൽ ഇത്രയും വ്യാപകമായ രീതിയിൽ ശ്രദ്ധയിൽ വന്നത്, അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും അത് ഈ മെഷീനെ സംബന്ധിച്ചൊരു സ്വാഭാവികതയല്ല. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, തൃശൂരിലേത് സാങ്കേതിക തകരാറാണ്, പക്ഷേ മലപ്പുറത്തേത് അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നേരത്തെ ജില്ലാ കലക്ടർ സാങ്കേതിക തകരാറായേക്കാം, ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുണ്ടായേക്കാം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം? ഏത് വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്? സനീഷ്, മലപ്പുറത്തെ 255 ബൂത്തുകളിലും തൃശ്ശൂരിലെ 62 ബൂത്തുകളിലുമായിരുന്നു സാങ്കേതിക തകരാറിനെ തുടർന്ന്, യന്ത്രത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പോളിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പ്രസ് എറർ എന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു തകരാറെന്നായിരുന്നു ഇതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം വിശേഷിപ്പിച്ചത്. ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവാതെ ഇത്തരത്തിലൊരു തകരാർ ഉണ്ടാവില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇതിനുശേഷം ഈ മലപ്പുറത്തെ 28 സ്ഥലത്തും തൃശ്ശൂരിലെ 12 ഇടത്തും ഒഴികെ മറ്റുള്ളിടത്തെല്ലാം തെരഞ്ഞെടുപ്പ് പുനരാരംഭിച്ചതായിരുന്നു അതാത് ജില്ലാ ഭരണകൂടങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവസാന നിമിഷത്തിലെത്തുമ്പോഴേക്കും കഥ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മലപ്പുറത്ത് 105 സ്ഥലങ്ങളിൽ റീപോളിംഗ് വേണമെന്ന ആവശ്യം മലപ്പുറം ജില്ലാ കളക്ടർ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഒപ്പം 9 സ്ഥലത്ത് റീപോളിംഗ് വേണമെന്ന് തൃശ്ശൂർ കളക്ടറും ആവശ്യപ്പെട്ടു. തുടർന്ന് രാത്രി ഏറെ വൈകി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് നാളെ തന്നെ ഈ സ്ഥലങ്ങളിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്. തൃശ്ശൂരിൽ 9 ഇടത്തും മലപ്പുറത്ത് 105 ബൂത്തുകളിലുമാണ് റീ ഇലക്ഷൻ നടക്കുക. ഈ മലപ്പുറത്തുണ്ടായ കാര്യത്തിൽ അസ്വാഭാവികത ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത്. കാരണം 3911 പോളിംഗ് ബൂത്തുകളായിരുന്നു മലപ്പുറത്തുണ്ടായിരുന്നത്. ഇതിൽ ഇത്രയും സ്ഥലത്ത് കൃത്യമായി ഒരേ തരത്തിലുള്ള തകരാറുണ്ടാവുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തരം അന്വേഷണം സംബന്ധിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നതൊക്കെ സംബന്ധിച്ച് നാളത്തെ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ച് അവരുടെ ഒരു തീരുമാനം സർക്കാരിനെ അറിയിക്കും. ഇത് ഒരു പ്രസ് എറർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെക്കാനിക്കൽ എറർ അല്ല. ബാഹ്യ ഇടപെടൽ ഉണ്ടാവാതെ ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ ഉണ്ടാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അവസാന നിമിഷത്തിലും തറപ്പിച്ച് പറയുന്നു. ഒപ്പം റീപോളിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പലവട്ടം ഫോണിൽ സംസാരിച്ചിരുന്നു. തൃശൂർ റേഞ്ച് IG സുരേഷ് രാജ് പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രൂപീകരിച്ച് അന്വേഷണം നടത്താമെന്നും രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് ഉള്ളൊരു നിയമപരമായ പ്രൊസീജിയർ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടണം. ഇന്ന് വൈകിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ധ്വനി അനുസരിച്ച് സ്വാഭാവികമായും നാളെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ തന്നെ ഇത്തരത്തിൽ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് ഇത്തരത്തിൽ അന്വേഷണം ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ സുനിൽ ഐസക് വിവരങ്ങൾക്ക്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KN ഖാദർ, CPM നേതാവ് ശ്രീ A വിജയരാഘവൻ എന്നിവർ മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PM സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ MP പ്രശാന്ത് മാധ്യമപ്രവർത്തകൻ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ആദ്യം ശ്രീ KN ഖാദർ, തൃശ്ശൂരിലേത് സാങ്കേതിക പ്രശ്നമാണ്, മലപ്പുറത്തേത് പക്ഷേ അസ്വാഭാവികമാണ്, അട്ടിമറി തന്നെയാകാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം. അട്ടിമറിയാണെങ്കിൽ ആരായിരിക്കുമെന്ന് നടത്തിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിൽ കേട്ടുകേൾവിയില്ലാത്ത ഇത്രയ്ക്ക് ഗുരുതരമായൊരു സംഭവം ഉണ്ടായത്? അല്ല, ഇത്രയും ഗുരുതരമായ ഒരു സംഭവം തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ മലപ്പുറത്തെന്നല്ല കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇതിൽ ഒരു അസ്വാഭാവികത ആദ്യം മുതലേ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് കാരണം ഒരു പക്ഷേ ഒരു അട്ടിമറി ആകാം
അതല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ സംഭവിക്കത്തക്ക രീതിയിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടാകാം. എന്തായാലും സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ഈ കാര്യത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ വിഷയം പക്ഷേ ഇങ്ങനെ സംഭവിച്ച് പല സ്ഥലത്തും വോട്ടിംഗ് തകരാറ് സംഭവിക്കുകയും വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം സംജാതമാകുകയും ചെയ്തപ്പോഴും തക്ക സമയത്ത് ജാഗ്രത പുലർത്തുവാനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനും പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനും നമ്മുടെ ഉദ്യോഗസ്ഥ സംഘത്തിന്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ജില്ലാ ഭരണാധികാരികൾക്കും ബന്ധപ്പെട്ട അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കും സാധിക്കാതെ പോയ ഒരു നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ റീപോളിംഗ് നടത്തേണ്ടി വന്നത്. എന്തായാലും ഇതിൻ്റെ അട്ടിമറിയാണോ അല്ലേ എന്നുള്ള പരിശോധനകൾ വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സാങ്കേതിക തകരാറ് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വോട്ട് ചെയ്തു പോയത് ആരൊക്കെയാണ്? ഇത് പുറത്തു നിന്നുള്ള ഇടപെടലാണോ അതോ ഈ വോട്ടിംഗ് മെഷീനിൽ തന്നെ ആദ്യമേ ഇതുപോലുള്ളൊരു പ്രസ്സിംഗ് എററോ മറ്റോ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അത് കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ആരെങ്കിലും ഇടപെട്ടു വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാവരെയും കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇത് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ വരാൻ എന്താ കാരണം? ഇതിപ്പോൾ തൃശ്ശൂരിലെ മുഴുവൻ സാങ്കേതിക തകരാറും ഇവിടത്ത് മാത്രം അട്ടിമറിയും എന്ന് അങ്ങനെയും ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം തൃശ്ശൂരിൽ ഉള്ള സാങ്കേതിക തകരാറാണെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ പറയാം, ഇവിടെ ഉള്ളത് അട്ടിമറിയാണെന്ന് എങ്ങനെ പെട്ടെന്ന് പറയാം? രണ്ടും അന്വേഷിക്കേണ്ടതാണ്. അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്, ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്, ഇത് തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ, ഇതിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർഫറൻസ് ഉണ്ടോ, തീവ്രവാദികളുടെ ഇൻ്റർഫറൻസ് ഉണ്ടോ, ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടലുണ്ടോ, അതോ ഒന്നും ആളുകളുടെ പരിചയക്കുറവ് കൊണ്ടാണെന്ന് മലപ്പുറം കലക്ടർ പറഞ്ഞതായിട്ട് ആരോ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പരിചയക്കുറവ് കാണിച്ചത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അതാണോ കാരണം എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ വേറൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒന്നാം ഘട്ടത്തിൽ ഒരു തകരാറുണ്ടായില്ലല്ലോ. ആദ്യത്തെ 7 ജില്ലകളിൽ ഇതേ വോട്ടിംഗ് മെഷീനല്ലേ ഉപയോഗിച്ചത്. അവിടെ എന്തുകൊണ്ടൊരു സാങ്കേതിക തകരാറും? ഇപ്പോൾ തൃശ്ശൂരിലേത്ത് സാങ്കേതിക തകരാറാണെങ്കിൽ ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും ഒരു വോട്ടിംഗ് മെഷീനും ഒരു സാങ്കേതിക തകരാറും സംഭവിക്കാതിരിക്കുകയും രണ്ടാം ഘട്ടത്തിൽ അത് സംഭവിക്കുകയും അതൊരു പ്രത്യേക സ്ഥലത്ത് സംഭവിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് അതൊരു അസ്വാഭാവികത അതിൽ തീർച്ചയായിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണം എന്തായാലും നടത്തണം. ഞാൻ തിരിച്ചു വരാം ശ്രീ കെ എൻ എ ഖാദർ. ശ്രീ വിജയരാഘവൻ, മൊത്തത്തിലൊരു പിടികിട്ടായികയുണ്ട്. അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ തന്നെയും ഇത്രക്ക് രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരാകെ തന്നെയും സജീവമായി നിൽക്കുന്ന, ഉണർന്നു നിൽക്കുന്ന ഒരു സമയത്ത് മറ്റ് ഒരു ഘട്ടത്തിൽ 7 ജില്ലകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ തന്നെ മറ്റ് ജില്ലകളിലൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. അത് അസ്വാഭാവികമാണ്, അട്ടിമറി തന്നെ ആയേക്കാമെന്ന സംശയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്തോടെ ഇന്ന ആളുകളായിരിക്കാം ചെയ്തത് എന്ന സംശയം പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇങ്ങനെയൊരു മായാജാലം? ആരായിരിക്കും ഇതിന് പിന്നിൽ? ഇത് ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള ആദ്യത്തെ പ്രശ്നമാണ്. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രമായിട്ട് ബന്ധപ്പെടുത്തി ഒട്ടേറെ തർക്കങ്ങളും ആശങ്കകളും പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് നടപ്പിലാക്കിയതിന് ശേഷം ഇടക്ക് കുറച്ച് യന്ത്രങ്ങളൊക്കെ നിൽക്കുക, ഇങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ഇത്തവണയും മലപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടെച്ചാൽ മലപ്പുറത്തെ മുനിസിപ്പാലിറ്റികളിൽ ഇത് സംഭവിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റികളിൽ എവിടെയും ഇതിപ്പോൾ നാളെ റീപോളിംഗ് ഇല്ല. എല്ലാ മുനിസിപ്പാലിറ്റികളിലും അത് കൃത്യമായിട്ടാണ്. അവിടെ ഒരു വോട്ടേ ഉള്ളൂ. അതേസമയം 3 വോട്ടുള്ള ഇടത്താണ് ഈ അബദ്ധങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വ്യത്യാസമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം ഇത് രാവിലെ മുതൽ തന്നെ ഇത് ദൃശ്യമായി എന്നുള്ളത് നമ്മളെ എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. ഏതാണ്ട് 100-200ഓളം ബൂത്തുകളിൽ ഇത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലും ഇന്നുള്ള വാർത്തകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യതയുടെ ഒരു കുറവ് വലിയ തോതിലുണ്ട്. പരിശോധനയുടെ അഭാവമുണ്ട്. അഥവാ ഇത്തരം ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഇടപെട്ട് പരിഹരിക്കുന്നത് സംബന്ധിച്ചുള്ള അപര്യാപ്തതയും വളരെ അപകടം ചെയ്തു. ഇത് നമുക്കൊരു പുതിയ അനുഭവമാണ്. കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ അവിടെ ഉടനെ പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. ഇവിടെ
കേവലം 4 പേരാണ് ഈ 4000-ഓളം വാർഡുകളിൽ മത്സരം നടക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇത് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ മുന്നൊരുക്കത്തിന്റെ വലിയൊരു പരിമിതിയും ഇതിൽ നമ്മൾ കാണാതെ പോയിക്കൂടാ. ഇത്തരം ഒരു കാര്യം ഇത്ര ബൃഹത്തായ ഒന്നാണിത്. കേവലം വളരെ എളുപ്പത്തിൽ ഏതാനും ഉദ്യോഗസ്ഥന്മാരും ആളുകളും കൂടി വട്ടത്തിലിരുന്ന് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് നമ്മൾ കണ്ടുകൂടാ. വളരെ ഗൗരവവും ജാഗ്രതയും ആവശ്യമുള്ളതാണ്. ജനങ്ങളുടെ വിധിയെഴുത്താണിത്. അതിൽ വരാനിടയുള്ള തകരാറുകൾ, യന്ത്രമാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതുകൊണ്ട് വരാനിടയുള്ള സാങ്കേതിക തകരാറുകൾ, അത് പരിഹരിക്കുന്നത് സംബന്ധിച്ചുള്ള മുന്നൊരുക്കം എന്നത് വളരെ പ്രധാനമാണ്. പെട്ടെന്നുള്ള ഇടപെടൽ എന്നുള്ളത് അതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ നിതാന്ത ജാഗ്രത പുലർത്തുക എന്നത് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അക്കാര്യങ്ങളിലെല്ലാം വന്നിട്ടുള്ള തകരാറുകൾ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് മലപ്പുറത്തുകാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നത്. നമ്മൾ കണ്ടത് 10,000-കണക്കിന് മനുഷ്യൻ ഇന്ന് വിഷമിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും അവർക്ക് അവരുടെ ഈ വോട്ട് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തപ്പെട്ടോ, എന്താണ് സംഭവിക്കുക, ഇത് പൂർത്തീകരിക്കപ്പെടുവോ, വഴിയിൽ ഒഴിവായി പോവോ, വളരെ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ഈ വോട്ട് പ്രത്യേകിച്ചും ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടവകാശം നേരാവണ്ണം വിനിയോഗിക്കാനായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മുന്നൊരുക്കം, താങ്കൾ പറഞ്ഞതുപോലെ മുന്നൊരുക്കം ഉണ്ടായോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വേണം. പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ പരിഹാര നടപടികൾ വേഗത്തിലെടുക്കാനായോ എന്നതൊക്കെ അക്കാര്യങ്ങളിൽ ചർച്ചയും അന്വേഷണവും വേണ്ടത് തന്നെയാണ്. പക്ഷേ നോക്കൂ, മറ്റൊരിടത്തും ഇല്ലാത്ത വിധം ഈ പ്രദേശത്ത് മാത്രം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. അത് പേപ്പറുകൾ കുത്തിക്കയറ്റിയ നിലയിലാണ്, ഈ പശ ഒഴിച്ചു വെച്ച നിലയിലാണ്, ബബിൾ ഗം ഒട്ടിച്ചു വെച്ച അവസ്ഥയിലാണ് എന്ന നിലക്കൊക്കെ പറയുന്നു. ആളുകൾ എന്തുകൊണ്ടാണ് അവിടങ്ങളിൽ സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർക്ക് പോലും ഇന്നതാണ് എന്ന് സംശയം പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു ദുരൂഹത ഇക്കാര്യത്തിൽ നിൽക്കുന്നത് എന്ന ചോദ്യം ഇതിനേക്കാളൊക്കെ പ്രസക്തമല്ലേ? അദ്ദേഹം നേരത്തെ ശ്രീ KN ഖാദർ ഇതിന് പിന്നിൽ പല തീവ്രവാദികളുമുണ്ടോ എന്ന് പോലും പറയുന്നുണ്ട്. അങ്ങനെ അത്രക്ക് നിഗൂഢമായി ഈ സംഗതികൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഇന്നതായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് പറയാൻ ആർക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിൽ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, കൃത്യമായ തെളിവുകൾ നമുക്കതിലങ്ങനെ പറയാൻ കഴിയില്ല. ഈ പത്രങ്ങൾ, മാധ്യമങ്ങളും ഈ സെലോ ടേപ്പ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയണ്ടായി. പക്ഷെ നമ്മൾ കണ്ടത് എല്ലായിടത്തും ഒരുപോലെ ഇല്ലാതെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തുകളുടെ ഒരു പട്ടിക എടുത്ത് നോക്കിയാൽ ഏറ്റവും കൊതുകരമായ കാര്യം പൊന്നാനി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രദേശങ്ങളും നമുക്കെല്ലാം അറിയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ താരതമ്യേന ഇപ്പുറത്തല്ല, ബാക്കിയൊക്കെ എണ്ണത്തിൽ പെരിന്തൽമണ്ണയിൽ നോക്കിയാൽ കുറച്ച് എണ്ണത്തിൽ കുറവാണ്. മഞ്ചേരിയുടെ നമ്മുടെ എറണാകുളം താലൂക്കിലായ എണ്ണത്തിലില്ല. കൂടുതൽ വരുന്നത് പൊന്നാനിയിലാണ്. അതാണ് അതിൽ എനിക്ക് പിടികിട്ടാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ ഏതെങ്കിലും ചേരിതിരിവുകളുടേത് മാത്രമാണ് ഇതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു അട്ടിമറി ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ വേണ്ടേ? അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും സംശയം കാണിക്കുകയെന്ന് വെച്ചാൽ ആ സംശയത്തിന്റെ ശക്തികളുടെ നിഗൂഢ ശക്തികൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം എന്ന് നമുക്ക് പൊന്നാനി പറയാൻ കഴിയില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇവര് തിരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുകയും യന്ത്രമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ ഗൗരവപൂർവ്വം കാണുകയും ചെയ്യാതെ ലാഘവബുദ്ധി തന്നെയാണ്. ആ ലാഘവബുദ്ധി ഉണ്ടാക്കിയ തകരാറാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ അശ്രദ്ധ എന്നതും ഒരു അട്ടിമറിയാണ്. അതാണ് ഞാൻ കാണുന്നത്. അശ്രദ്ധയുടെ പിന്നിലുള്ള അട്ടിമറി എന്താണെന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ KN ഖാദർ, ഞാൻ ആവർത്തിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. പക്ഷേ താങ്കൾ അടക്കമുള്ള ആളുകൾ, ശ്രീ KN ഖാദറും വിജയരാഘവനും അടക്കമുള്ള ആളുകൾ ഈ സംഭവം ഉണ്ടായത് തൊട്ട് അക്കാര്യങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് ആളുകൾ, നാട്ടുകാർ എല്ലാവരും തന്നെ. പക്ഷേ ഇക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഈ പറയുന്ന യന്ത്ര തകരാറുകൾ കൊണ്ട് യാദൃശ്ചികമായ ഒരു സ്ഥലത്തെ യന്ത്രങ്ങൾക്ക് മാത്രം തകരാറ് വന്നു, അങ്ങനെ അങ്ങുണ്ടായി. മുന്നൊരുക്കങ്ങളിലും പിന്നൊരുക്കങ്ങളിലും ഒക്കെ അത് പരിഹരിക്കുന്നുള്ള നടപടികളിലും ഒക്കെ ഒരേപോലെ വീഴ്ചയുണ്ടായി ആ മേഖലയിലെ ജില്ലാ കളക്ടറടക്കമുള്ള ആളുകൾക്ക് എന്നൊക്കെ കരുതിയാൽ തന്നെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് അട്ടിമറി ഉണ്ടായി, അസ്വാഭാവികതയുണ്ട്, സ്വാഭാവികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നടക്കം അദ്ദേഹം നേരത്തെ തന്നെ മുതൽ പറയുന്നുണ്ട്. ഇപ്പോഴത് ഒന്നുകൂടെ വ്യക്തമാക്കി റിപ്പോർട്ടുകൾ തേടിയതിനു ശേഷം അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറയുന്നു. അപ്പോഴാണ് ഈ സംശയം ആവർത്തിക്കാൻ തോന്നുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തരുന്ന റിപ്പോർട്ട്, താങ്കളുടെ അടക്കമുള്ള പാർട്ടികളുടെ പ്രവർത്തകർ തരുന്ന റിപ്പോർട്ടുകൾ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും സംശയിക്കാവുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? അല്ല സനീഷ്, ഇതിൽ നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഈ വോട്ടിംഗ് യന്ത്രം എന്ന് പറഞ്ഞാൽ ഫുള്ളി അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ആൻഡ് ദ കൺസേൺഡ് ഓഫീസേഴ്സ്. ആ പ്രിസൈഡിംഗ് ഓഫീസറുടെയും അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെയും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് വോട്ടിംഗ് യന്ത്രം ഉള്ളത്. വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളല്ലാതെ ആ വോട്ടിംഗ് യന്ത്രം ഒരിക്കലല്ലാണ്ട് കാണുകയില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പുറത്തുണ്ടായാലും
വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ പറഞ്ഞുള്ള വിവരങ്ങളും കേടായി എന്നുള്ള വിവരങ്ങളും അല്ലാതെ അതിന് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള സാധ്യതകൾ വളരെ വിരളമാണ് പെട്ടെന്ന്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ആരെയും ഒരു സംശയം ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതും ശ്രീ വിജയരാഘവൻ പറഞ്ഞതും പരസ്പരം പൂരകമായ കാര്യങ്ങളാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാ സാധ്യതകളും വാസ്തവത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു കാര്യമുള്ളത്, ഇത്രയും അധികം വോട്ടർമാരുള്ള, ഇത്ര ജനസംഖ്യയുള്ള ഒരു 29 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യേണ്ടുന്ന, ആയിരക്കണക്കിന് ബൂത്തുകളുള്ള, അനേകം യന്ത്രങ്ങളുള്ള ഒരു വലിയ സംവിധാനമായിട്ടാണ് ഈ ഇലക്ഷൻ ഇവിടെ നടന്നത്, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും. അങ്ങനെ ഒരു വലിയ സംവിധാനം, യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൻ സംവിധാനം ഭംഗിയായിട്ടും ശാസ്ത്രീയമായിട്ടും നിർവഹിക്കത്തക്ക എഫിഷ്യൻസിയുള്ള ഒരു ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ മലപ്പുറത്തുണ്ടായിരുന്നില്ല. ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. അതും ഈ മുന്നൊരുക്കങ്ങൾ അതിൽ വരും. പിന്നീട് സബ്സീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് അതിൽ വരും. മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ക്രൈസിസ് മാനേജ്മെൻറ്റിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് തെരഞ്ഞെടുപ്പ് മുഴുവൻ നടക്കുന്നത്. കലക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ദ കലക്ടർ ദെൻ, ഇലക്ടറൽ ഓഫീസറാണ് അദ്ദേഹം. ജില്ലയിലെ പ്രധാനപ്പെട്ട വരണാധികാരിയാണ്, ഇലക്ഷൻ ഓഫീസറാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഇത്രയും വലിയൊരു, ഇപ്പോൾ ചന്ദ്രയാൻ വളരെ ഭംഗിയായിട്ട് വിട്ടിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള, അല്ലെങ്കിൽ മംഗൾയാൻ ഒക്കെ ചൊവ്വയിലേക്കൊക്കെ പോയ രാജ്യമാണ് ഇന്ത്യ. സയൻസ് ആൻഡ് ടെക്നോളജി ഇത്ര ഡെവലപ്പ് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. IT രംഗത്ത് കേരളവും ഇന്ത്യയും വളരെ മുമ്പിലാണ്. എന്നിട്ട് മര്യാദക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വീഴ്ച തന്നെയാണ്. അത് ശ്രീ KN ഖാദർ, ശ്രീ PM സുരേഷ് ബാബു, തെരഞ്ഞെടുപ്പുകൾ എത്രയോ നടന്നിട്ടുണ്ട് കേരളത്തിൽ. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ടെലിഫോണിൽ ഞങ്ങളോട് പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ, ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതയുണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണിത് എന്നാണ്. അങ്ങനെ അത് ഏറ്റെടുക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? ശ്രീ കോടിയേരിക്ക് പറയാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് സാങ്കേതികമോ അതല്ലെങ്കിൽ ധാർമ്മികവുമായ യാതൊരു ഫൂട്ടിങ്ങും ഇല്ലാത്തൊരു കമൻ്റാണ്. കാരണം ടോട്ടലായിട്ട് ശ്രീ KN ഖാദർ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, കലക്ടർ എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വം ഉണ്ടെങ്കിലും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വരുതിക്കകത്ത് നിൽക്കുന്ന ജില്ലയിലെ ഇലക്ടറൽ ഓഫീസറാണ്. അവരാണ് ഈ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്. ഞങ്ങൾ കലക്ടറെയോ അല്ലെങ്കിൽ കലക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ ഒന്നും ന്യായീകരിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ശ്രീ വിജയരാഘവനും ശ്രീ ഖാദറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളാണ് അതിൻ്റെ പ്രധാന രംഗമെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. സമഗ്രമായ അന്വേഷണം വേണ്ടതാണ്. ഉത്തരവാദികളുടെ പേരിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സന്ദേശം ലഭിക്കുന്ന തരത്തിൽ ഉള്ള ശിക്ഷണ നടപടികളും വേണം. അങ്ങനെ മാത്രമേ ഈ സിസ്റ്റത്തിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല പറയുന്നത്, ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്നല്ല, അട്ടിമറിയാണ് എന്നാണ് അവർ സംശയിക്കുന്നത്. അട്ടിമറിയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഞാൻ അതിൻ്റെ ഫാക്ച്വൽ പൊസിഷനിലേക്ക് പറയാൻ ഞാൻ ശക്തനല്ലല്ലോ. അതാണ് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ ആ സംശയം വെച്ച് അത് ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷന് അട്ടിമറിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ കഴിയില്ലല്ലോ. അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനുമില്ല. അദ്ദേഹം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം, പൂർണ്ണമായും ഇന്ന കാരണങ്ങളാൽ ഞാനിത് സാങ്കേതികമായ തകരാറല്ല മറിച്ച് അട്ടിമറിയാണെന്ന് ബലമായി സംശയിക്കുന്നു, അതിനെ ആ രൂപത്തിൽ തന്നെ എടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ വെളിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടണം. അദ്ദേഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായും സത്യമായും യാഥാർത്ഥ്യ രൂപത്തോടു കൂടി തന്നെ ഗവൺമെന്റ് ആ കാര്യത്തിൽ അത് അദ്ദേഹം ചെയ്യുമായിരിക്കും. അതോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കേണ്ടുന്ന ഒരു കാര്യം, ശ്രീ PM സുരേഷ് ബാബു, കണ്ണൂരിൽ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. അതുകൊണ്ട് വലിയ പോലീസ് സുരക്ഷാ സംവിധാനം വേണമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളിലുമായി ഞങ്ങൾ നാട്ടുകാർ കേൾക്കാറുള്ളതാണ്. അത് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അട്ടിമറി ശ്രമമോ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അവിടങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നടന്നുകൊള്ളുമെന്നൊരു അലംഭാവ മനോഭാവം സർക്കാരിനുണ്ടായിരുന്നോ? അതൊരു കാരണമായിട്ടുണ്ടാകുമോ? അല്ല, സർക്കാർ ഇതിനകത്ത് ഒരു സിറ്റിംഗ് പെഡലല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഒരു കാര്യവും ഏതൊക്കെ തരത്തിലുള്ളതാണ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് വേണ്ടത്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫോഴ്സസ് ആണ്, പാരാമിലിറ്ററി ആണോ അതല്ല പോലീസ് ഫോഴ്സാണോ, ഏതൊക്കെ വേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇലക്ടറൽ ഓഫീസറും
അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുമാണ്. ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാർ അട്ടിമറിയാണ് എന്നൊരു മുൻവിധിയുടെ ഭാഗത്ത് നിന്ന് നോക്കി ആലോചിക്കുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അട്ടിമറിയാണെങ്കിൽ അവിടെ സുരക്ഷാ കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു. ഇത് അട്ടിമറിയാണെങ്കിൽ അത് അദ്ദേഹം പറയുന്നതുകൊണ്ടാണ് എനിക്കത് എൻ്റെ പുറത്തല്ല ചോദിക്കുന്നത്. അത്തരം രൂപത്തിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് ശ്രീ ഖാദറുടെ സംഭാഷണം ഞാൻ കേട്ടു, ശ്രീ വിജയരാഘവന്റെ പരാമർശവും ഞാൻ കേട്ടു. അവരാരും അങ്ങനെ അട്ടിമറിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഇനി സെറ്റ് ഇൻ മോഷൻ ആവേണ്ടതുള്ളൂ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ മുൻകൂട്ടി കണ്ട് സർക്കാരിനോട് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെടേണ്ടിയിരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ. പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ ഈ സംഭവത്തിന് ശേഷമാണ് അങ്ങനെ ഒരു അസംഷൻസിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവുക എന്നുകൂടി പൂർണ്ണമായും അദ്ദേഹത്തെ പഴിചാരുന്നതിലൊന്നും പ്രസക്തിയില്ലല്ലോ. പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിൽ പ്രസക്തിയില്ലല്ലോ. ശ്രീ എം പി പ്രശാന്ത്, അതായത് നേരത്തെ ഈ സംഭവം ഉണ്ടായ നേരങ്ങളിൽ വന്ന വാർത്തകളിൽ പ്രതികരിച്ച ആളുകൾക്കിടയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു സംശയം, അവിടെ മറ്റുള്ളിടങ്ങളിൽ നിന്ന് മാറിയിട്ട് UDF സംവിധാനം ശിഥിലമായിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം മത്സരിക്കുകയാണ്. അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വൈരം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു അട്ടിമറിയാണെങ്കിൽ ഈ പറയുന്ന പശയൊഴിക്കലൊക്കെ നടന്നിട്ടുണ്ടാവുക എന്ന് എത്രത്തോളം സാധ്യതയുണ്ട് അതിന്? അല്ല, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു സബോട്ടാഷ് അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഭവം നടന്നാൽ ആരാണ് ഗുണഭോക്താക്കൾ? അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഒരു കൾപ്രിറ്റിനെ ചെയ്തത്. ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത്? അപ്പം ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ലാതെ അവിടെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള സിറ്റുവേഷൻ മാറുന്നില്ല. അപ്പോൾ ഈ ഇന്ന് നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ രാഷ്ട്രീയമായി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ സബോട്ടാഷാണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ് സ്കെയിലിൽ ഇങ്ങനെ ഒരു സബോട്ടാഷൻ നടത്തണമെങ്കിൽ അതുകൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്? അപ്പോൾ മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് ഒരു ദിവസം മാറ്റിവെക്കുന്നു. അതുകൊണ്ട് തീവ്രവാദികൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ തേടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സാധാരണ സബോട്ടാഷൻ എടുക്കാറുള്ളത്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പുകൾ മാവോയിസ്റ്റുകൾ അട്ടിമറിക്കാറുണ്ട്, തിരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കാറുണ്ട്. അവിടെയൊക്കെ ഒരു പ്രോപ്പഗാൻഡയുണ്ട്. അത് ഞങ്ങൾ ഇടപെട്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു, അത് ഞങ്ങളുടെ വിജയമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ആരും ഏറ്റെടുക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ അട്ടിമറി എന്നുള്ള സിദ്ധാന്തം എത്ര ദിവസം മുന്നോട്ട് പോകും എന്നറിയില്ല. കാരണം അതൊരു ഇമീഡിയറ്റ് ഒരു കൺക്ലൂഷനാണെന്നാണ് തോന്നുന്നത്. അത് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് സബോട്ടാഷ് എന്ന് പറയുന്നതല്ലാതെ. അപ്പോൾ ഇങ്ങനെ ഒരു സബോട്ടാഷ് നടക്കണമെങ്കിൽ ടെക്നിക്കൽ നോഹൗ വേണം. വളരെ കൃത്യമായിട്ട് ഇത്രയും ബൂത്തുകളിൽ ഒരേപോലെ വൈറസ് കയറ്റാനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ മാനുവലായിട്ട് ഓരോ വോട്ടിംഗ് മെഷീനും തകരാറ്. ഇത് ഈ സബോട്ടാഷ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നടക്കുന്നു എന്നതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കൂടി അന്വേഷിക്കണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുക? ഓരോരുത്തർ പോയി ചെയ്യുമോ, അല്ലെങ്കിൽ ഇത്രയും ഒരു കൂട്ടം മെഷീനുകളിൽ നേരത്തെ ചെയ്തു വെച്ചതാണോ? അങ്ങനെ ചെയ്തത് കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2 ദിവസം കൊണ്ട് ഈ സബോട്ടാഷ് തിയറി മാറിക്കിട്ടുമെന്നും അതും എനിക്ക് തോന്നുന്നത് ഒരു ടെക്നിക്കൽ എറർ മാത്രമാണ്. അല്ലാതെ ഈ മലപ്പുറത്ത് മാത്രം ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ ചിന്ത വരുന്നത് കൊണ്ടാണ് ഈ അട്ടിമറി എന്നുള്ള, ഇപ്പോൾ നേരത്തെ മുരളീധരനൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു അട്ടിമറി, ഒരു ഭീകരവാദ അട്ടിമറി, അതിനുള്ള സാധ്യത വളരെ വിരളമാണെന്നത്. അതാണ് ശ്രീ KN ഖാദർ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൃത്യമായി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ചിന്ത അങ്ങോട്ട് മാറ്റിവെക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവിടെ നിൽക്കുന്നു. എന്നാൽ ശ്രീ MP പ്രശാന്തും മറ്റുള്ളവരെല്ലാം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും അത്തരമൊരു സബോട്ടാഷിനുള്ള തെളിവുകളൊന്നും ആരുടെയും കൈവശമില്ല. ഈ പറയുന്ന പശയൊഴിച്ചു, സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലാതെ നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കാൻ ഇതാ എന്ന് പറഞ്ഞ ദൃശ്യമോ ചിത്രമോ ഒന്നും ആരുടെയും കൈവശമില്ല. ആളുകൾ പറഞ്ഞതും റിപ്പോർട്ട് ചെയ്തതുമായ വസ്തുതകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തന്നെ വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ആക്ഷേപം, അദ്ദേഹത്തിന് തിരിച്ചിങ്ങോട്ടും ആക്ഷേപം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മതിക്കാൻ മടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വെറുതെ പറഞ്ഞങ്ങോട്ട് ഒഴിയുന്നതാണ് ഇത്തരം എന്തോ അസ്വാഭാവികമായ നടപടികൾ ഉണ്ടായി എന്ന് ആക്ഷേപിക്കാൻ കാരണങ്ങളുണ്ടോ? അല്ല, ഇതിൽ ഒരു സാധ്യതയും സനീഷെ നമുക്ക് ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞത് ഞാൻ കേട്ടു, അത് പ്രശാന്തിൻ്റെ ഒരു വെർഷനാണ്. ചിലപ്പോൾ അത് ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളെല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഒരു വെർഷനാണ്. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവരും പറയുന്നതും കണക്കിലെടുക്കപ്പെടേണ്ട ചില സംഗതികൾ എല്ലാവരും പറഞ്ഞതിലുണ്ട്.
പ്രശാന്ത് പറഞ്ഞതിലും സുരേഷ് ബാബു പറഞ്ഞതിലും വിജയരാഘവൻ പറയുന്നതിലും ഞാൻ പറയുന്നതിലും ഒരുപോലെ ചില സംഗതികളുണ്ട്. ഒരു അസ്വാഭാവികത ഇതിൽ നിന്നെല്ലാം ദൃശ്യമാണ്. ആർക്കും ഒരു വ്യക്തത ഇതിനകത്ത് കൈവരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അട്ടിമറി സാധ്യതകളും തള്ളിക്കളയേണ്ടതല്ല, അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നേരത്തെ തന്നെ, വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഒരട്ടിമറിയെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഏറ്റവും ഒടുക്കാണ് പറയേണ്ടത്. ഏറ്റവും സോഫ്റ്റായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത്. ചില സാങ്കേതിക തകരാറുകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് രാവിലെ തന്നെ ഒരു അട്ടിമറി സാധ്യത ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്. എന്തായാലും പക്ഷേ അവിടെ ഒരു ചോദ്യമുള്ളത്, ഈ പറയുന്ന 7 ജില്ലകളിൽ ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ, കഴിഞ്ഞ ദിവസം വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നു. മറ്റുള്ളിടങ്ങളിലെല്ലാം വലിയ മഴക്കകത്താണെങ്കിലും സമയത്ത് തന്നെ കൃത്യമായി നടന്നു പോകുന്നു. ഈ ഒരു പ്രദേശത്ത് മാത്രം ഈ 150, 250ഓളം 270ഓളം ബൂത്തുകളിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ അസ്വാഭാവികത? അട്ടിമറി ആയിക്കൂടെ? സ്വാഭാവികമല്ലാത്ത ബാഹ്യ ഇടപെടൽ ഉണ്ടായിക്കൂടെ എന്നൊരു സംശയം കൂടെ ഇല്ലേ എന്ത് പറഞ്ഞാലും? അല്ല, അത് ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്. സനീഷ് ചൂണ്ടിക്കാണിച്ച ഈ വിഷയം അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നും അസ്വാഭാവികതയുണ്ടെന്നും അത് സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ടതാണെന്നും കുറ്റവാളികൾ ആരായിരുന്നാലും ശിക്ഷിക്കേണ്ടതാണെന്നും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നത് തന്നെ സംശയാസ്പദമാണെന്നും ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വിജയരാഘവൻ നേരത്തെ പറഞ്ഞതുപോലെ, സനീഷ് പറഞ്ഞതുപോലെ, കണ്ണൂർ വളരെ പൊളിറ്റിക്കലായിട്ട് ഒരു റിഫ്റ്റുള്ള സ്ഥലമാണ്. അത് ലെഫ്റ്റോ റൈറ്റോ RSSO എന്നുള്ളതല്ല, രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായ ഒരു സംഘർഷാത്മക അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. അവിടെയൊക്കെ ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും ഇതൊന്നും നടന്നു കാണാനില്ല. പൊതുവേ ശാന്തമായി ഒഴുകുന്ന ഒരു രാഷ്ട്രീയ കാറ്റാണ് മലപ്പുറത്തുള്ളത്. ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും പരസ്പരം ഏറ്റുമുട്ടലോ സംഘടനകളോ ഇല്ല. ശാന്തമായൊരു പ്രദേശം, റിലീജിയസ് ആയിട്ടുള്ള കമ്മ്യൂണൽ ഹാർമണി ഉള്ളൊരു പ്രദേശം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സാധാരണഗതിയിൽ ഇതിന് സാധ്യത കുറവാണ്. എന്നാൽ ഈ മലപ്പുറം പോലുള്ള പ്രദേശത്ത് മാത്രം ഇത് സംഭവിക്കുന്നു. പിന്നെ നേരത്തെ സനീഷ് ഉന്നയിച്ച ഒരു സംശയം, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചില പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ ചില തർക്കങ്ങളുണ്ട്. അത് മുൻപും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും മറ്റു ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള തർക്കങ്ങളുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം എടുത്ത് നോക്കിയാൽ ഐക്യജനാധിപത്യ മുന്നണി UDF ആയിട്ട് നല്ല ഐക്യത്തോടു കൂടി മത്സരിക്കുന്ന പഞ്ചായത്താണ് മൂന്നിയൂരും അതുപോലെ ചേലേമ്പ്രി. ആ 2 പഞ്ചായത്തിലും ഈ കുഴപ്പമുണ്ടായി. അതിൽ ചേലേമ്പ്ര പഞ്ചായത്തിൽ റീപോളിങ്ങിൽപ്പെട്ട പോളിംഗ് ബൂത്തുണ്ട് നാളെ. അതേസമയം ഐക്യം ഇല്ലാത്ത സ്ഥലത്തുണ്ടായി, ഐക്യമുള്ള സ്ഥലത്തുണ്ടായി. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യാനും ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അട്ടിമറി സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായോ, അത് വോട്ട് ചെയ്യാൻ വന്ന ആളുകളുടെ വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായോ, ആരെങ്കിലും അത് ആസൂത്രണം ചെയ്തോ എന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അറ്റ് വൺസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ, വേണ്ടത്ര ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ ചെലുത്തിയിട്ടില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെന്ന് തോന്നിപ്പോകുന്നു. 2, അതിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റിലും അവരൊരു പരാജയമായപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തിനുള്ള ശക്തി ഒന്നും കൂടി ബലപ്പെടുകയാണ്. അപ്പോൾ അവരുടെ വീഴ്ചകളുണ്ട്. പിന്നെ ഇവിടെ മാത്രം എങ്ങനെ ഈ വോട്ടിംഗ് യന്ത്രത്തിന് ഇത് സംഭവിക്കുക എന്നുള്ള ചോദ്യം റെലവൻ്റാണ്. ദാറ്റ് ഈസ് ദർ. ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതൊരു അന്വേഷണത്തിന് പുറപ്പെടുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആലോചിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗുണഭോക്താവ് ആരാണ്. തീർച്ചയായും. ശ്രീ A. വിജയരാഘവൻ, ഞാൻ താങ്കളിലേക്ക് വരാം വളരെ പെട്ടെന്ന്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടവേള. ശ്രീ വിജയരാഘവൻ, ഈ കമ്മീഷണറുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ച എന്നതിൽ, എന്ന് വെച്ചാൽ മുന്നൊരുക്കം, പിന്നീടുണ്ടായ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇതിലൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അധികൃതർക്ക് എന്ന് പറയുമ്പോൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ തന്നെയും ഉണ്ടായിട്ടുള്ള വീഴ്ച മറക്കാൻ വേണ്ടി എന്തോ ബാഹ്യ ഇടപെടലുകൾ, അട്ടിമറി സംശയം എന്നൊക്കെ പറയുന്നതാകാൻ എത്രത്തോളം ഇടയുണ്ട്? അല്ല, ഈ ശബ്ദം കിട്ടുന്നില്ല, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മറക്കാൻ അദ്ദേഹം അട്ടിമറി സംശയം ഉന്നയിക്കുകയാണ് കമ്മീഷൻ എന്ന് സംശയിക്കാൻ എത്രത്തോളം തെളിവുകളുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കാരണങ്ങളുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഈ വേറെ എവിടെയും നടക്കാത്ത ഒരു കാര്യം
മലപ്പുറത്ത് നടന്നിരിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് വന്ന് ഭവിച്ച പിന്നെ പാളിച്ചയ്ക്ക് മറുമരുന്നായിട്ടാണ് അത് പറയുന്നത് എന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഭരണ സംവിധാനമാകെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോവുകയാണോ ചെയ്യുക. സിവിൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ. ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തണമെന്നും നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടല്ല എല്ലാ കാര്യവും നടത്തുന്നത്. അത് ഭരണ സംവിധാനത്തെ, സിവിൽ സർവീസിനെ തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ സിവിൽ സർവീസ് ആകട്ടെ ഈ നിലയിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. സാധാരണ നമ്മുടെ ഇതിലൊക്കെ വളരെ വിദഗ്ധന്മാരായ ആളുകൾ നമ്മളൊക്കെ ബന്ധപ്പെടുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളിലെല്ലാം നന്നായിട്ട് ഇടപെടുന്ന കൃതഹസ്ഥരാണ് നമ്മുടെ വലിയൊരു വിഭാഗം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ വകുപ്പ് പ്രത്യേകിച്ച്, കലക്ടർമാർ, RDO, അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല മെച്ചപ്പെട്ട രൂപത്തിൽ ഇത് നടത്തിപ്പോകുന്ന ആളുകളാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് നമുക്കിപ്പോൾ ആദ്യത്തെ അനുഭവമാണിത്. അതാണ് നമ്മളിതിനെ കാണുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇങ്ങനെ ഒന്നും ഉണ്ടായാൽ പരിഹരിക്കാനുള്ള സംവിധാനമൊന്നും ഈ നാട്ടിലില്ല എന്ന് നമ്മളെല്ലാം ഇത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. വോട്ടർമാർക്ക് ആശങ്കയുണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ ഈ വല്ലാത്ത ഒരവസ്ഥയിൽ അട്ടിമറിയാണോ എന്നൊരാൾക്ക് സംശയം തോന്നിയാൽ അയാൾ അതിൽ ഒരു മറയിട്ട് നിൽക്കേണ്ട. നമ്മൾ അതിൽ സംശയം തോന്നിയാൽ അത് തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പലരും ഇതിൽ അട്ടിമറി ഉണ്ടോ എന്നൊരു സംശയം ഉന്നയിക്കേണ്ടായി. ഇവിടെ ഇതിൽ ഏറ്റവും ശരിയായ ഒരു അന്വേഷണമാണ് വേണ്ടത്. ഞാൻ ഈ പ്രശ്നത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് വോട്ട് ചെയ്യാൻ വരി നിന്ന ലക്ഷക്കണക്കിന് മലപ്പുറത്തുകാരാണ്. അവരുടെ മനസ്സിൽ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തി തിരിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇത് പൂർത്തീകരിക്കാനാവുമോ, എന്താണ് അവസ്ഥ എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഈ രാത്രിയിലും സ്ത്രീകൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ വരി നിന്ന് പലയിടത്തും വോട്ട് ചെയ്യുന്ന സ്ഥിതിയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ അട്ടിമറി എന്ന് സംശയിച്ചാൽ തെറ്റില്ല. എന്നാൽ അത് സംശയിക്കുന്ന ആളെ കുറ്റപ്പെടുത്തുക എന്ന നിലയ്ക്ക് പോകേണ്ടതില്ല. നമുക്ക് സത്യം അറിയുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിൽ നിന്ന് മാറിപ്പോകാം. പക്ഷേ എങ്കിൽ ഒരു ചോദ്യം കൂടെ ശ്രീ വിജയരാഘവൻ, അതായത് ഇത്തരം സംഗതികൾ ഉണ്ടായാൽ കൃത്യമായിട്ട് എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പറ്റുന്ന ആളുകളാണല്ലോ ഈ ബൂത്തുകളിലകത്തും മറ്റുമൊക്കെ ഉണ്ടാവുക. ഒരു കാര്യം, താങ്കൾ അടക്കമുള്ള പാർട്ടി നേതൃത്വത്തിന് സാധാരണക്കാരായ പ്രവർത്തകരിൽ നിന്ന്, അവിടങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പുറത്തു പറയുന്നത് പോലുള്ള ഈ പശയൊഴിക്കുക, സെല്ലോട്ടെ പൊട്ടിക്കുക തുടങ്ങിയ സംഭവങ്ങൾ അവിടുത്തെ ബൂത്തുകളിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മുന്നിൽ ഒരാളും സെല്ലോടോപ്പ് ഒട്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അത് നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ അട്ടിമറി ശ്രമമുണ്ട്. അത് ആളുകളെ നമ്മുടെ വോട്ടർമാരെയും കൂടി സംശയത്തിന് നിലയിലേക്ക് കൊണ്ടുപോകണം. അതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില കുബുദ്ധികളുള്ള ഒരു സ്ഥലമാണ് ഇവിടം എന്നുള്ളിടത്തേക്കും അത് ചെന്നെത്തും. അങ്ങനെ ഒരു തരത്തിലും അത് പറയപ്പെട്ടില്ല ഈ പറയുന്ന കാര്യങ്ങൾ. രാവിലെ മാധ്യമങ്ങൾ അങ്ങനെ ചില വാർത്തകൾ വരികയുണ്ടായി. ഞാനും വളരെ ആശങ്കാകുലനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്തൊരു തരത്തിലേക്കാണ് അത് പോവുക. അങ്ങനെയല്ല സംഭവിച്ചത്. യന്ത്രങ്ങൾ വെച്ചു, വോട്ടിംഗ് ആരംഭിച്ചു. ചിലയിടത്ത് അത് അപ്പം തന്നെ പ്രവർത്തനരഹിതമായി, ചിലയിടത്ത് 10-100 വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രവർത്തനരഹിതമായി, മറ്റു ചിലയിടത്ത് ആ ഉദ്യോഗസ്ഥന്മാർ വന്ന് വേറെ യന്ത്രം സ്ഥാപിച്ചു, എന്നിട്ടും അത് നിശ്ചലമായി. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലൊരു പഠനം നടത്തേണ്ട ഒരു വിഷയമാണ്. യന്ത്രവുമായി ബന്ധപ്പെടുത്തിയും നമുക്ക് ആശങ്ക ഉളവാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടുപോകണം. ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കുന്നൊരു വിഷയമാണ്. ഈ വോട്ടിംഗ് യന്ത്രം എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അത് സംബന്ധിച്ചൊരു ചർച്ച നടത്തിയതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ബഹുമുഖമായ തരത്തിലാണ് വിഷയത്തിന്റെ ഗൗരവം. അത് നമ്മൾ ചുരുക്കി കാണുന്നത്. അതുകൊണ്ട് തെറ്റായ ഒരു തരത്തിലേക്ക് നമ്മൾ ഒരു പോസിംഗ് നടത്തി കഴിഞ്ഞാൽ ശരിയായ ഉത്തരം കിട്ടാതെ പോകും. അതെല്ലാം നമുക്ക് ആവശ്യം. ഇതിൽ രാഷ്ട്രീയം സ്കോർ ചെയ്യാനുള്ള ഒന്നുമല്ല പ്രശ്നം. ജനാധിപത്യവുമായി ബന്ധപ്പെടുത്തി അതിന്റെ അടിത്തറയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക. ഇതിൽ ഒരു അട്ടിമറി സംഭവിച്ചാലും, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തകരാറ് സംഭവിച്ചാലും, യന്ത്രത്തിന്റെ സാങ്കേതിക തകരാറായാലും, അതിന്റെ കൃത്യതയാർന്ന പരിഹാരമില്ലായ്മയായാലും എല്ലാം ജനാധിപത്യത്തിനാണ് കളങ്കം ഉണ്ടാക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് ഏറ്റവും വേദനയുണ്ടായ ഒരു ദിവസമാണ് എന്നതാണ് പ്രാധാന്യം. ശ്രീ കെ എൻ എ ഖാദർ, താങ്കൾ ആരെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഈ സെല്ലോട്ടെ പൊട്ടിക്കുകയും പശയൊഴിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ, എന്തെങ്കിലും തെളിവുണ്ടോ അതിന്? രണ്ടാമതേത്, ഈ യന്ത്രം
ഉപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പിൽ എന്ന ആ സംവിധാനത്തെ തന്നെയും സംശയിക്കേണ്ടുന്ന സാഹചര്യം ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ? അല്ല സനീഷേ, ഇതിലെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു, അതുമാതിരി പശ ഒഴിച്ചു, ഏതോ രാസപദാർത്ഥം ഉപയോഗിച്ചു എന്നൊക്കെ എവിടെയോ കണ്ടു പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഡയറക്റ്റ് നോളജേ ഇല്ല. അതൊരു ഹിയർസേ എവിഡൻസ് ആണ്, കേട്ടുകേൾവി മാത്രമാണ്. വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് വിശ്വാസമുള്ള ആരും ഒരു സെല്ലോ ടാപ്പ് കണ്ടതായി പറഞ്ഞിട്ടില്ല, ഇതൊന്നും അറിഞ്ഞതായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കാണാത്തൊരു സംഗതി ഉണ്ട് എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല. ആരോ സെല്ലോ ടാപ്പിൻ്റെ കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട്, അത് സത്യമാണോ അല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരെ വോട്ടിംഗ് മെഷീൻ മാറ്റിയിട്ട് പിന്നീട് കൈകൊണ്ട് മാനുവലായിട്ട് ഇലക്ഷൻ നടത്തേണ്ട സാഹചര്യം ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, സബ്ജക്റ്റ് കറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയോ കൂടുതൽ മികവുറ്റ വോട്ടിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണുക എന്ന ഒരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. സനീഷ് ശരിയായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് അത് എന്ന് തോന്നുന്നു. പക്ഷേ അവിടേക്ക് മാത്രമായിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ചുരുക്കാൻ പറ്റില്ല. സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് തീർന്നിട്ടുണ്ട്. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവ്യക്തത ഉണ്ടായിട്ടുണ്ട്. ചെയ്ത വോട്ട് തന്നെ ഒരിക്കൽ കേടുവന്ന വോട്ടിംഗ് മെഷീൻ രണ്ടാമത് നന്നാക്കി കഴിയുമ്പോൾ അവിടെ ബാക്കി കാണുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആശങ്കയും ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എല്ലാവരും കരുതിയത് ഇനി ഒരു കള്ളത്തരവും നടക്കൂല, എല്ലാം യന്ത്രങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടും, റിസൾട്ട് കിട്ടും എന്നായിരുന്നു അന്നത്തെ വിശ്വാസമെങ്കിൽ ഇപ്പോൾ ആ വിശ്വാസത്തിന് ഇളക്കം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന നിഗമനം ശരിയാണ്. വളരെ വളരെ നന്ദി ശ്രീ കെ എൻ എ ഖാദർ. ശ്രീ PM സുരേഷ് ബാബു, അങ്ങനെ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സംഗതിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒപ്പം അവിടെ കോൺഗ്രസിനോട് UDF-നകത്ത് പ്രശ്നങ്ങളുണ്ട്, ചില സ്ഥലത്താണ് എന്ന് ചുരുക്കി കാണുമ്പോൾ തന്നെയും പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രശ്നമുണ്ടായത്, ഈ സാങ്കേതിക പ്രശ്നമോ അട്ടിമറിയോ അതുണ്ടായ സമയത്ത് കണ്ടൊരു കാര്യം CPM-ൻ്റെയും ലീഗിൻ്റെയും ചേർന്നുള്ള വളരെ സൗഹാർദ്ദപൂർവ്വമുള്ള നിൽപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും രാഷ്ട്രീയമായ സൂചനകൾ നൽകുന്നതാണോ ഈ പ്രശ്നമുഖത്തെ അവരുടെ ഒന്നിച്ചു നിൽപ്പ്? ഒരിക്കലുമില്ല. അതൊക്കെ നമ്മളൊരു എന്താ പറയേണ്ടത്, ആവശ്യമില്ലാത്തത് വായിച്ചെടുക്കാനുള്ളൊരു പരിശ്രമം മാത്രമാണ്. ഐക്യജനാധിപത്യം വളരെ ശക്തമാണ്. പ്രാദേശികമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചൊടിക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു സാഹചര്യം. അതിനകത്ത് ഒരു ലിബറൽ രാഷ്ട്രീയ സംവിധാനങ്ങളാണല്ലോ ലീഗിൻ്റെതും കോൺഗ്രസിൻ്റേതുമൊക്കെ. ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പോലെ അത്ര ടൈറ്റൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണും. അതൊരു നേതൃത്വപരമായി പരിഹരിക്കാൻ കഴിയാവുന്ന ചില വിഷയങ്ങളും അത്, പക്ഷേ ഒരിക്കൽ പോലും അത് വ്യാപിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ വരാനിരിക്കുന്ന നാളുകളിൽ എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാവില്ല. UDF-ൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വളരെ ഐക്യത്തോട് ഒരുമയോടുകൂടി പോകുന്ന രണ്ട് പ്രധാന കക്ഷികളാണ്. ഏതായാലും ശ്രീ MP പ്രശാന്ത്, നമുക്ക് ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയായതുകൊണ്ട് ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നൊരു ജില്ലയാണല്ലോ അവിടെ. അത് താങ്കൾ അവിടങ്ങളിലെല്ലാം ഇന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. എന്താണ് മലപ്പുറം ഈ വോട്ടിംഗ് ദിവസം നൽകുന്ന ഒരു രാഷ്ട്രീയ ചിത്രം? എല്ലാ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമൊന്നുമില്ല. വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെന്നും കരുതാനില്ല. അപ്പം കോൺഗ്രസും ലീഗും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്, പഞ്ചായത്തിൽ ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്, പഞ്ചായത്തിൽ അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മെക്കാനിസം അവിടെ ഉണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങളായി നിലവിലുള്ളതാണത്. അതായത് ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ അടവ് നയങ്ങൾ ഉണ്ടാവുക, അത് അസംബ്ലി തിരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് കൃത്യമായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പിക്ചറായി മാറുക. അപ്പോൾ ഇപ്പം ഇനി നോക്കാനുള്ളത്, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും തമ്മിൽ മത്സരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, പരസ്പരം മത്സരിച്ചുണ്ടായിട്ടുള്ള പ്രശ്നം എത്ര കണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് 6 മാസത്തെ കൂടി കൂടുതൽ നിലനിന്നാൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതാണ്. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത മലപ്പുറം തിരഞ്ഞെടുപ്പിലുണ്ട് എന്ന് തോന്നുന്നില്ല.
പൊതുവിൽ സംസ്ഥാനത്താകെ തന്നെ നല്ല പോളിംഗ് ശതമാനമാണ്. ഈ മലപ്പുറത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും 74% ഇന്ന് ആളുകൾ വോട്ട് ചെയ്തത്. നാളെ ഇപ്പോൾ റീപോളിംഗ് നടക്കും. അപ്പോൾ ഇത്ര കൂടുതൽ താല്പര്യത്തോടെ വന്ന് വോട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ മലപ്പുറത്ത് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത്തവണ പ്രത്യേകമായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിന് സഹായകരമായിട്ടുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ബീഹാറിലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ ഇപ്പോൾ 50% ആളുകളെ വോട്ട് ചെയ്യുന്നുള്ളൂ. അത് എല്ലാ വർഷവും 50% മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ എപ്പോഴും 70-ന് മുകളിൽ 75 ഉണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് ഈ പരസ്പരം മത്സരിക്കുന്ന ശക്തികൾ, ആരുടെ ടർഫ് വാർ എന്ന് പറയുമല്ലോ, ഞങ്ങളുടെ ഈ ഒരു സ്വക്ഷേത്രത്തിൽ നമ്മുടെ ഏരിയയിൽ ആരാണ് കൂടുതൽ മികവ് ഉള്ളത് തെളിയിക്കേണ്ടത് ബാധ്യത. അപ്പോൾ അത് അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ലീഗ് മത്സരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ തന്നെ വിജയിക്കും. അത് UDFന്റെ മൊത്തത്തിലുള്ള ഘടനയെ ബാധിക്കില്ല. പക്ഷേ മലപ്പുറത്ത് ഒന്നാമത്തെ പാർട്ടി ഞങ്ങൾ തന്നെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയും ഒരു തെളിയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ താല്പര്യ പ്രകടനമാണ് വോട്ട് കൂടുന്നതായി കണ്ടത്. വളരെ നന്ദി ശ്രീ MP പ്രശാന്ത്, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ A വിജയരാഘവൻ, ശ്രീ KNA ഖാദർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നാളെ മലപ്പുറത്ത് 105 ബൂത്തുകളിലും തൃശ്ശൂരിൽ 9 ബൂത്തുകളിലും നാളെ റീപോളിംഗ് നടക്കുകയാണ്. നാളെ കൂടെ വോട്ട് ചെയ്യേണ്ടി വരും ഈ പ്രദേശത്തെ ആളുകൾക്ക്. എന്താണ് മലപ്പുറത്തുണ്ടായത്? സാങ്കേതിക തകരാറാണോ, അല്ലെങ്കിൽ അട്ടിമറിയുണ്ടോ? അട്ടിമറിയാണെങ്കിൽ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ നേരത്തെ ശ്രീ KNA ഖാദറും ശ്രീ വിജയരാഘവനും ശ്രീ സുരേഷ് ബാബുവും എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ സംശയങ്ങളും നിലനിൽക്കാവുന്ന പരിസ്ഥിതി ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അക്കാര്യത്തിൽ ചർച്ച വേണ്ടി വരും. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.